അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതൊന്ന് അപ്സൈഡ് ഡൗൺ പിടിക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 2 ലൈൻസ് വായിച്ചു നോക്കുക. ഹായ് എവ്രി വൺ, നമസ്കാരം. എൻ്റെ പേര് സ്റ്റെഫി. വെൽക്കം ടു കപ്പ് സ്റ്റോറീസ്. നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 1000 സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും മെനി താങ്ക്സ്. അപ്പം നമ്മുടെ മുമ്പോട്ടുള്ള ജേർണിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ജേർണി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത്. എന്നോടും അച്ചാച്ചനോടും പല കമന്റ്സ് ആയിട്ടും പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇവിടുത്തെ IELTSനെ പറ്റി, അല്ലെങ്കിൽ IELTSന്റെ കുറെ ഡൗട്ട്സുകളെ പറ്റിയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞില്ല, നമുക്ക് IELTSനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ IELTSനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആളാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ കുറച്ച് പ്രാവശ്യം IELTS എഴുതി ഒരു പരിചയമുണ്ട്. കുറച്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 8th അറ്റംപ്റ്റിലാണ് എൻ്റെ റിക്വയർഡ് സ്കോറായ 7 ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതുമല്ല, അത് ഞാൻ 8th അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സ്ട്രഗിൾ ആണെന്ന് ട്രൈ ചെയ്തവർക്ക് തന്നെ അറിയാൻ പറ്റും. ചിലർക്ക് ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും, ചിലർക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അതിനൊരു ഈച്ച് മോഡ്യൂളിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ടിപ്പ് നമ്പർ 1, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദിസ് ലാംഗ്വേജ്. അതെ, അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ജോസഫ് അനൻകുട്ടി ജോസിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ പുള്ളിയുടെ ഒരു വീഡിയോയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഡിഫിക്കൾട്ട് ലാംഗ്വേജ് ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ആരോട് ചോദിച്ചാലും ഹോബി എന്താണെന്ന് വെച്ചാൽ ലിസ്ണിംഗ് ടു മ്യൂസിക്, റീഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ ലാംഗ്വേജിലേക്ക് ആക്കുക. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഇഷ്ടമായിരിക്കും. അപ്പം ട്രാൻസ്ഫോം ദാറ്റ് ടു ഇംഗ്ലീഷ്. അപ്പം പാട്ട് കേൾക്കുന്നത് ഇംഗ്ലീഷ് ആക്കുക. ആദ്യമൊന്നും നിങ്ങൾക്ക് ഒന്നും ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല. ഞാനിത് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മുതലാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഇത് IELTS എഴുതി കുറച്ചായി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് കുറച്ചായി പരിചയമായ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ബേസിക് ആയിട്ട് ഇത് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് പാട്ട് കേട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്നും മനസ്സിലായെന്നിരിക്കില്ല. അപ്പോൾ പാട്ട് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഈ പാട്ടിൻ്റെ ലിറിക്സ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായതും അതും വെച്ചിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലായി, എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവും. പിന്നെ മ്യൂസിക് കേട്ടിട്ട് റൈറ്റ് ഡൗൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങളെ കുറച്ചുകൂടെ ലിസണിങ് സ്കില്ലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് ഒന്ന്, അതായത് നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാം. മിക്കവാറും റീഡിങ് ഹാബിറ്റ് ഉള്ളവർ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുന്നവർ തന്നെ ഉണ്ടാവും, കാരണം ഒത്തിരി നല്ല ബുക്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പം അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, അറിയില്ലാത്ത വാക്കുകൾ ഇതായിരിക്കുമെന്ന് ഊഹിച്ചിട്ട് കടന്നു പോകാതിരിക്കുക. അതപ്പം തന്നെ ഡിക്ഷണറി എടുത്തിട്ട് ഇതാണോ ഞാൻ ഉദ്ദേശിച്ച വാക്ക് തന്നെയാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിലിം. അതെല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് എന്തായാലും സിനിമ കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസ് കാണാം. ഇംഗ്ലീഷ് ഫിലിംസ് ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നോക്കുക. ഒട്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെക്കുക. ഏറ്റവും നല്ലത് സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കാണുകയാണ്. ചിലർക്ക് രണ്ടും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റോറി ലൈൻ ആൻഡ് സബ് ടൈറ്റിൽ. പക്ഷെ ഓർക്കുക, നമ്മളുടെ മെയിൻ ഉദ്ദേശം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സബ് ടൈറ്റിൽ ഓൺ ആക്കി വെച്ചിട്ട് കാണുകയായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ഫിലിമൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലിപ് സിങ്കും അവരുടെ ലാംഗ്വേജും ക്യാച്ച് ചെയ്യാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം അത് ശ്രദ്ധിക്കാനുള്ളത്, ഓരോ ആക്സെന്റും വ്യത്യാസം ഉണ്ടാവും. അമേരിക്കൻ ആക്സെന്റും UK ആക്സെന്റും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചില വേർഡ്സ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്തായാലും ബേസിക് ആയിട്ട് വരുന്നതെല്ലാം സെയിം ആയിരിക്കും.
അപ്പം ഇതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ച് മലയാളം ഒന്നും കാണണ്ടെന്നല്ല കേട്ടോ. നിങ്ങളുടെ ലെഷർ ടൈമിൽ നിങ്ങൾ മലയാളം കാണണം, അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഒത്തിരി സ്ട്രെസ് ചെയ്യിക്കരുത് നിങ്ങളെ കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ളപ്പം അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള മോസ്റ്റ് ഓഫ് യുവർ തിങ്സ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഹൗ ടു ടാക്കിൾ ഇംഗ്ലീഷ് എന്നതിലുള്ളൊരു സെക്കൻഡ് പോയിന്റ്, ഫൈൻഡ് ഈസി വേ ടു ടാക്കിൾ ഈച്ച് മൊഡ്യൂൾ. അപ്പം നമുക്ക് ഇതിൽ 4 മൊഡ്യൂളാണുള്ളത്: സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ്. അപ്പോൾ ഈ 4 മൊഡ്യൂളിലും ഒത്തിരി ഈസി ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാവും ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത്. അത് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് മാച്ച് ആണോ എന്ന് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ചിലർക്ക് ഇത് പറയുമ്പം ഭയങ്കര ഈസി ആയിട്ട് എന്ന് വിചാരിക്കും, പക്ഷെ അത് അവർക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ പാടുള്ളവർക്ക് അത് ക്യാരി ഔട്ട് ചെയ്യേണ്ട. നിങ്ങളുടെ ഏത് മെത്തേഡാണോ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ട്രിക്ക് കണ്ടു എന്ന് വെച്ചാൽ നേരെ കൊണ്ടുവന്ന് എക്സാമിന് അപ്ലൈ ചെയ്ത് വെക്കരുത്. അത് ഭയങ്കര മണ്ടത്തരാണ്. ആദ്യം അത് എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു, ഇപ്പോൾ സാർമാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ആദ്യം വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന് പോകണമെങ്കിൽ കോച്ചിങ് ക്ലാസ്സിൽ വെച്ചോ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നോക്കിക്കഴിഞ്ഞ് അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്, നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അത് നിങ്ങൾ ഫർദർ കൊണ്ടുപോവുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അല്ലാതെ നേരെ കൊണ്ടുവന്ന് എക്സാമിന് അപ്ലൈ ചെയ്താൽ ഒന്ന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പോവാന്നുള്ളതിൻ്റെ പ്രഷർ കൂടും, 2 നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ താഴ്ത്തോട്ട് പോകും. അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിച്ചിട്ട് മാത്രം ചെയ്തു നോക്കും. അപ്പോൾ ഒരു ട്രിക്ക് ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇനി കൂടുതൽ ട്രിക്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരെ കാണുന്നുള്ളതെങ്കിൽ നമുക്കതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനനുസരിച്ച് ഓരോ മൊഡ്യൂൾസിൻ്റെയും എനിക്കറിയാവുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ട്രിക്ക് നമ്പർ 1, ഞാൻ റീഡിങ്ങിന്റെ ടിപ്പാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഇപ്പൊ റീഡിങ്ങും റൈറ്റിങ്ങും ആണ് ഞാൻ ചോദിച്ചതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റീഡിങ്ങിന്റെ ടിപ്പ് പറയുന്നത്. അപ്പൊ റീഡിങ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാഗസീൻ വായിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിക്കുവാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിന്റെ ഒരു ആർട്ടിക്കിൾ എടുക്കുക, എന്നിട്ട് അതൊന്ന് അപ്സൈഡ് ഡൗൺ പിടിക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 2 ലൈൻസ് വായിച്ചു നോക്കുക. എന്നിട്ട് അത് തിരിച്ച് നേരെ നമ്മൾ ശരിക്കും വായിക്കുന്ന പൊസിഷനിൽ പിടിച്ചിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ വായിച്ച് നോർമലി നിങ്ങൾ വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത് നിങ്ങൾ നേരെ പിടിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചിലർക്ക് ഇത് തലവേദന ഉണ്ടാക്കും. എനിക്കൊക്കെ ആദ്യം വായിച്ചപ്പോൾ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വരും. പക്ഷേ നിങ്ങൾ ഇതിപ്പം ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ വായിക്കണമെങ്കിൽ അത് ഫുള്ള് നിങ്ങളത് വായിക്കണമെന്നില്ല. അതിൻ്റെ ഒരു 3-4 സെൻറ്റൻസ് വായിച്ചാൽ മതി. അപ്പോൾ അതിനകത്തുനിന്നുള്ള വേർഡ്സ് ആണ് നിങ്ങൾക്ക് സ്പീഡിന് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പീഡ്, അതായത് നിങ്ങൾ റീഡിങ് വായിക്കുമ്പോൾ നമുക്ക് ഇത്ര ടൈം ഉണ്ടല്ലോ, റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈം ഒന്നുണ്ടല്ലോ, ആ ടൈമിങ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ട്രിക്സ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് 8.5 ആയിരുന്നു റീഡിങ്ങിൻ്റെ ഫൈനൽ സ്കോർ. അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ റീഡിങ്ങിന് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് റീഡിങ് ഈസി ആയത്. പിന്നെ റീഡിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും ഈ റീഡിങ്ങിന് തന്നേക്കുന്ന പാസേജ് ഫുള്ള് വായിക്കണ്ട. അതിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ അറിയാം ഇത്രയും വലിയൊരു പാസേജ് ഇത്രയും സമയത്തിനുള്ളിൽ ഇവർ വായിച്ച് തീർക്കില്ല എന്നുള്ളത്. ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ടൈം ലിമിറ്റിനുള്ളിൽ അവർ തരുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത്രയും വലിയ പാസേജ് ഒന്നും വായിച്ച് തീർക്കാൻ പറ്റില്ല ഇത്രയും ടൈം ലിമിറ്റിനുള്ളിൽ. അപ്പം അവർക്കറിയാം ഈ പാരഗ്രാഫ് വായിച്ചാൽ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ആ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ സെന്റൻസ് ആ ക്വസ്റ്റ്യനിലേക്ക് മാച്ച് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, അതിൻ്റെ ആൻസർ മാച്ച് ചെയ്യുക, അത് റൈറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് എടുക്കണം. ചിലരെ ഫുള്ളൊക്കെ വായിച്ചിട്ട് എഴുതുന്നവരുണ്ടാവും, അവർക്കൊക്കെ അത്രയും സ്പീഡ് ഉണ്ടാവും. അങ്ങനെ സ്പീഡ് ഇല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതുപോലുള്ള ട്രിക്സ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കുക, വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 3, ലുക്ക് ബാക്ക് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ്. ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ലുക്ക് ബാക്ക് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ്. ഇത് ഞാൻ ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് എഴുതിയ IELTS അല്ലെങ്കിൽ ഒരു 2 IELTS മുന്നേ വരെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് തിങ്, മിക്ക ആൾക്കാരും ഇത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ നോക്കി സെന്റൻസ് വായിച്ച് തിരുത്തിയാണ് പോകുന്നത്. പിന്നെ അത് രണ്ടാമത് വായിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലർ വിചാരിക്കും. ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും വായിക്കാനുള്ള മടി. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അത് ഈവൻ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് തിരുത്തി എഴുതാണ്ടേ, അതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയതുകൊണ്ട് ചിലർ വായിക്കാണ്ടിരിക്കും. പക്ഷെ ഇതെന്താണെങ്കിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു പ്രാക്ടീസാണ്. ഈവൻ നിങ്ങൾ റൈറ്റിംഗ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സിലിരുന്ന് ചെയ്യുമ്പോൾ ഇത് ചെയ്തിരിക്കണം. കാരണം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രാമർ അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് അതിനകത്ത് ഉണ്ടോ, നിങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ കാര്യം. അപ്പോൾ അതിനകത്ത് കണ്ടന്റ് അതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ കുറയും. നിങ്ങൾക്ക് ഈവൻ 10 or 5 minutes അതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ തിരിച്ചു പോയി വായിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതിനകത്തൊരു രണ്ടാമത്തെ സബ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലുക്ക് ബാക്ക് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് എഴുതിയ നിങ്ങളുടെ എസ്സേ, നിങ്ങളുടെ റൈറ്റിങ്സ്, അതിനകത്ത് നിങ്ങളുടെ സാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഹൂഎവർ ഈസ് കറക്റ്റിങ് യു, അപ്പോൾ ആരാണ് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കറക്റ്റ് ചെയ്ത ആ സെയിം മിസ്റ്റേക്ക് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് റൈറ്റിംഗ് നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ചില സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ടോ, അപ്പോൾ ആ സ്റ്റൈലൊന്നും മാറ്റിയെടുക്കണമെങ്കിൽ അത് കുറച്ച് ഒരു പാടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ട് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് വേണം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെപ്പോഴും നിങ്ങൾ അത് പ്രൂഫ് റീഡ് ചെയ്യുക. എന്താണ് ടീച്ചർ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് കറക്ഷൻ തന്നിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് അത് നെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്നിട്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പൊട്ട സ്റ്റൈൽ ഉണ്ടെങ്കിൽ, പൊട്ട സ്റ്റൈൽ എന്നല്ല ഞാൻ പറയാം, ഒരു റോങ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡിൻ്റെ യൂസേജ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഒരു കാര്യത്തിൽ ഫെയിലായാൽ, ഇതിപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, ഒരു കാര്യത്തിൽ ഫെയിലായി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട് പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ 8 പ്രാവശ്യം എഴുതിയിട്ട് 8ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് എൻ്റെ സ്കോർ മീറ്റ് ആയത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഡിപ്രഷൻ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഒരു ഡ്രൈവ് പോവുക, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക. അത് ഇംഗ്ലീഷ് തന്നെയാണോന്നില്ല കേട്ടോ, മലയാളം പാട്ട് കേൾക്കുക നന്നായിട്ട്. അപ്പോഴത്തെ നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ റിലാക്സ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആവാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതായത് പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആ സിറ്റുവേഷനിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുക. എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങളൊന്ന് കാം ഡൗൺ ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കോച്ചിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് റീഡിങ്ങിലേക്ക് തുടരാം. അപ്പം ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഇതൊരു വലിയ സംഭവമൊന്നും അല്ല, എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്യും. അപ്പം അല്ലാതെ ഇത് വലിയ ബാലികേറാമല്ലൊന്നുമല്ല. ഓക്കെ, അപ്പം പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് നമ്മുടെ കാരണവന്മാരൊക്കെ പറയില്ലേ, അതുപോലെ ആ സമയം വരുമ്പോഴേ ചിലപ്പോൾ അത് ശരിയായി വരുള്ളായിരിക്കും, അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം നെവർ ഗിവ് അപ്പ് ഓൺ ദ സെൽഫ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുക. അടുത്ത പ്രാവശ്യം കിട്ടും. ഒരു 0.5 അല്ലേ കുറവുള്ളൂ, അടുത്ത പ്രാവശ്യം കിട്ടും. എനിക്കൊരു 0.5, എനിക്ക് റൈറ്റിംഗ് 6.5 ബാക്കി എല്ലാ സ്കോറും ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. ആ റൈറ്റിംഗ് 6.5 വേണ്ടിയിട്ടാണ് ഞാൻ 8 പ്രാവശ്യം എഴുതിയത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെൽഫ് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത്. കീപ് ട്രൈയിങ്, വൺ ഡേ വിൽ ബി യുവേഴ്സ്. ഓക്കെ, ടിപ്പ് നമ്പർ 5, സെറ്റ് യുവർ ഗോൾസ് ആൻഡ് ഫോളോ ഇറ്റ്.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 6.5 ആണ്. ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചൂസ് ചെയ്തിട്ട് അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നഴ്സുമാരാണെങ്കിൽ ക്യാപ്പിന് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമല്ലോ നിങ്ങൾ IELTS എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സിന് റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, IELTSന് എത്ര സ്കോർ വേണമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്കോറിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 6.5 ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഫോർ 7, എന്നാലേ നിങ്ങൾ 6.5 എത്തുള്ളൂ. കാരണം നമ്മളിപ്പം വർക്ക് ചെയ്തിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മൾ ഇന്ന രീതിയിൽ നമ്മൾ എക്സാം എഴുതണം, ഇന്ന ട്രിക്സ് ഒക്കെ എനിക്കറിയാം, ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണം. പക്ഷെ ഈ എല്ലാം നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്ട്രെസ്സിലാണ്, ഇത്രയും പേരെ കാണുന്നു, പിന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രീവിയസ് എക്സാമിന് നിങ്ങൾക്ക് സ്കോർ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പ്രീവിയസ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് എല്ലാം കൂടി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ട്രിക്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു 7ലേക്കുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ 6.5 നിങ്ങൾ എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് വെക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് കുറവ് കിട്ടില്ല. അപ്പം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സ്കോറിനേക്കാൾ ഒരു പൊടിക്ക് മുന്നേലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക, എങ്കിലേ നിങ്ങൾക്ക് എഴുതുമ്പോൾ പേപ്പറിലേക്ക് നിങ്ങളുടെ റിക്വയർഡ് സ്കോർ വരത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ്, അതായത് ഞാൻ കണ്ടുപിടിച്ച ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് ഓരോ മൊഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം കുക്കപ്പ് സ്റ്റോറീസ്.